ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. हम जो समय परमेश्वर के सन्मुख में रहते हैं वो हमारी जिंदगी का एक बहुत बहुमूल्य समय है. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വ്യക്തിയോടൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഡിന്നർ, ഒരു ലഞ്ച് കഴിക്കുന്നതിലും വലിയ കാര്യമാണ് ഈ ദൈവത്തോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കുക എന്നുള്ളത്. दुनिया के लोगों के लिए वो जिनको पसंद करते हैं उनके साथ एक समय का खाना खाना उनके लिए बहुत बड़ा चीज है. तो उसी प्रकार हम लोग भी यीशु के साथ समय बिताते हैं तो वो एक बहुत बड़ा चीज है. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ലഭിച്ച അവസരം. तो हमारे जिंदगी का सबसे बड़ा भाग्य ये है कि हम यीशु को जान सके. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. हमने एक बहुत ही आशीषित एक गवाही सुना. തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് യൗവനക്കാരൻ നമ്മളുമായി പങ്കുവെച്ചു. उन्होंने अपना जिंदगी में उन्होंने किया हुआ अनुभव उन्होंने हम लोग को बताया. യേശുവിനെ കണ്ടുമുട്ടിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി, മാറ്റമായി. यीशु के उन्होंने जाना, अपने जिंदगी में अपनाया तो वो उनके जिंदगी को बदल दिया. തന്റെ ജീവിതത്തിൽ താൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. उन्होंने अपनी जिंदगी में यीशु को चख कर जाना. തന്നെ പറ്റി ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. यीशु को उनके लिए एक बहुत बड़ा उद्देश्य था. അതുകൊണ്ട് അനേക ഉറക്ക ഗുളികകൾ കഴിച്ചുവെങ്കിലും താൻ 3 ദിവസം അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും താൻ ജീവനിലേക്ക് മടങ്ങി വന്നു. इसीलिए क्योंकि वो 2-3 क्योंकि उन्होंने नींद की दवाई खाई और उन्होंने 2-3 दिन तक होश में नहीं आए, फिर भी परमेश्वर ने उनको चुन लिया था. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതിന്റെ കാരണം ദൈവത്തിന് നിങ്ങളെ പറ്റി വലിയ ചില ഉദ്ദേശങ്ങളുണ്ട്. मेरे प्रियजनों, आज आप ये संदेश इसलिए सुन रहे हैं क्योंकि परमेश्वर को आपके लिए एक बहुत ही बड़ा योजना है. ഈ ഭൂമിയിലേക്ക് നമ്മൾ ആരും അറിയാതെ എങ്ങനെയെങ്കിലും കടന്നു വന്നവരല്ല. हम लोग बिना कोई प्लान का या योजना का इस दुनिया में नहीं आए हैं. ഒരുപക്ഷെ നമ്മളിൽ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ജീവിക്കുന്നത്? हम लोग में से बहुत लोग यही सोचते होंगे कि हम क्यों जिंदा हैं. എന്തിനു വേണ്ടിയാണ്? എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? मेरी जिंदगी का अर्थ क्या है? ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലല്ലോ. मैंने कुछ भी अपनी जिंदगी में हासिल नहीं किया. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. आज ये संदेश के द्वारा यीशु आपसे बात कर रहे हैं. നിങ്ങളുടെ ജീവിതത്തെ പറ്റി ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. आपकी जिंदगी के लिए यीशु को बहुत बड़ा उद्देश्य है. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. यीशु आपका जिंदगी का उपयोग करना चाह रहे हैं. അനേകരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. अनेकों की जिंदगी के आशीष करने के लिए परमेश्वर आपको चुन रहे हैं. സാധാരണക്കാരനായ ഒരു അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. एक साधारण अब्राहम को जिस तरह यीशु ने इस्तेमाल किया वैसे ही वो आपको भी इस्तेमाल करना चाह रहे हैं. അനേകരുടെ ജീവിതത്തിന്, ലോകത്തിന് മുഴുവൻ ജനതയ്ക്ക് അനുഗ്രഹമാക്കി അബ്രഹാമിനെ മാറ്റിയതുപോലെ അനേകരുടെ ജീവിതത്തിന് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. पूरा दुनिया के लिए जिस प्रकार अब्राहम को यीशु ने एक आशीष का कारण बनाया, उसी प्रकार यीशु चाहते हैं कि आज आप भी एक आशीष का कारण बने. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരല്ല. हम लोग किसी भी तरह इस दुनिया में जीने के बाद मरने के लिए नहीं है. നമ്മൾ എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്നവരല്ല. हम लोग कहीं से आकर कहीं जाने वाले नहीं है. നമ്മൾ ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരു കപ്പൽ പോലെയല്ല. हम लोग एक लक्ष्यहीन नाव की तरह नहीं है. ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ പദ്ധതികൾ, ദൈവത്തിന് നമ്മളെ പറ്റി വലിയ ഉദ്ദേശങ്ങളുണ്ട്. यीशु को हमारे लिए हमारे जिंदगी में बहुत बड़ा उद्देश्य है. ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങയുടെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കണമേ. आज हम यीशु से बोलेंगे कि यीशु आप अपनी इच्छा मेरी जिंदगी में पूरा कीजिए. എഴുത്തും വായനയും അറിയാത്ത സൈമൂർ എന്ന ഒരു മനുഷ്യനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. सैमूर एक ऐसा व्यक्ति जो पढ़ा लिखा नहीं था, उसको परमेश्वर ने दुनिया के संसार के बेदारी के लिए इस्तेमाल किया. തന്റെ അപ്പനും അമ്മയും അടിമകളായിരുന്നു. उनके पापा मम्मी गुलाम थे. താനൊരു ചെറിയ ഹോട്ടലിൽ മേശ തൂക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. वो एक छोटे से होटल में उधर का मेज पोंछने का काम करते എന്നാൽ थे. ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വന്നപ്പോൾ, लेकिन यीशु का आत्मा जब उनके ऊपर आया तब തന്നെ പറ്റിയുള്ള ദൈവിക ഉദ്ദേശം താൻ തിരിച്ചറിഞ്ഞപ്പോൾ, उन्होंने जब अपने उनके जिंदगी के लिए यीशु का उद्देश्य को जाना, तब തന്റെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കുവാൻ തുടങ്ങിയപ്പോൾ, जब यीशु का शक्ति सामर्थ उनके ऊपर प्रवाहित हुआ, താൻ ആളുമറിയവനായി. तब वो इंसान बदल गए. ലോകത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ഒരു മൂവ്മെന്റിന്റെ തുടക്കമായി തന്നെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. उन्होंने लाखों करोड़ों लोगों को जिंदगी बदलने के लिए परमेश्वर ने उनको इस्तेमाल किया. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ये संदेश आज सुनने वाले आप लोग को परमेश्वर उपयोग करना चाह रहे हैं. നമ്മൾ നിരാശയിൽ ജീവിക്കേണ്ടവരല്ല. हम लोग को निराशा में जीने की जरूरत नहीं है. ലോകത്തിലെ മറ്റാരുമായിട്ടൊക്കെയോ നമ്മളെ തന്നെ തുലനം ചെയ്ത് എനിക്കങ്ങനെ കഴിവില്ലല്ലോ എന്ന് നമ്മൾ പറയേണ്ടവരല്ല. हम लोग को जिंदगी में या दुनिया में किसी और से तुलना करके मैं ऐसे नहीं कर सकता, ऐसा नहीं सोचना है. നമ്മുടെ നീളത്തെ പറ്റിയോ നമ്മുടെ വണ്ണത്തെ പറ്റിയോ നമ്മുടെ നിറത്തെ പറ്റിയോ നമ്മുടെ പഠനത്തെ പറ്റിയോ ഒക്കെ ചിന്തിച്ച്
വേവലാതിപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. हमारा लंबाई या हमारा चेहरे का रंग या ऐसे बातों को सोचकर हम लोग को निराश होने का जरूरत नहीं है. ദൈവത്തിന് നമ്മളെ പറ്റി വലിയ പദ്ധതികളുണ്ട്. यीशु को हमारी जिंदगी के लिए बहुत उद्देश्य है. നമ്മൾ സ്റ്റീഫൻ സഹോദരന്റെ സാക്ഷ്യം കേട്ടു. हमने स्टीफन भाई का संदेश सुना, गवाही सुना. താൻ ഉറക്ക ഗുളികകൾ കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഒരു യൗവനക്കാരനായിരുന്നു. उन्होंने नींद की दवाई खाकर अपना जिंदगी खत्म करने के लिए सोचा हुआ. എന്നാൽ ദൈവം തന്നെ കണ്ടിരുന്നു. लेकिन यीशु ने उनको देख लिया था. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കാണുകയാണ്. आज रात यीशु आपको देख रहे हैं. നിങ്ങളുടെ കിടക്കയിൽ ദൈവം നിങ്ങളെ കാണുകയാണ്. आप जहाँ सो रहे हैं, जहाँ बीमार पड़े हैं, वहाँ यीशु आपको देख रहे हैं. നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ദൈവം നിങ്ങളെ കാണുകയാണ്. जहाँ बैठे हैं, वहाँ यीशु आपको देख रहे हैं. നിങ്ങളുടെ ഏകാന്തതയിൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. आपके अकेलेपन में यीशु आपको देख रहे हैं. അവിടെ മരുഭൂമിയിൽ നിലവിളിച്ച ഒരു ഹാഗാർ, वहाँ एक मरुभूमि स्थल पे हागार ने यीशु को बुलाया. ആരും തന്റെ വാക്കുകൾ തന്റെ ശബ്ദം അവിടെ കേൾക്കുവാൻ ഒരു മനുഷ്യനുമില്ല. हागार का बात सुनने के लिए वहाँ कोई नहीं था. എന്നാൽ ഹാഗാറിന്റെ ശബ്ദം കേട്ട ദൈവം, लेकिन हागार का शब्द यीशु ने सुना. ദൈവത്തോട് നിലവിളിച്ച, മറ്റാരും കേൾക്കാതെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ഹന്ന. हन्ना जो बाकी कोई उनको सुनने के लिए नहीं था, लेकिन उसने रो रो के यीशु से प्रार्थना किया. പരമേശ്വരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥന ആരും കാണുന്നില്ലായിരുന്നു. उनका प्रार्थना कोई नहीं सुन रहा था, എന്നാൽ ദൈവം തന്റെ പ്രാർത്ഥന കാണുന്നുണ്ടായിരുന്നു. लेकिन परमेश्वर उसका प्रार्थना देखा. നമ്മുടെ പ്രാർത്ഥന കാണുവാൻ, നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരിക്കും. हमारा प्रार्थना सुनने के लिए इस दुनिया में कोई नहीं होगा. നമ്മളുടെ ശബ്ദം കേൾക്കുവാൻ, നമ്മളുടെ വാക്കുകൾക്ക് ചെവി തരുവാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരിക്കും. हमारा शब्द, हमारा प्रार्थना को सुनने के लिए इस दुनिया में कोई भी नहीं होगा. എന്നാൽ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നു. लेकिन यीशु हमारा प्रार्थना सुनते हैं. ദൈവം നമ്മളുടെ ഓരോ വാക്കുകളും കേൾക്കുന്നു. यीशु हमारे एक एक शब्द सुनते हैं. നമ്മളുടെ ഹൃദയത്തിന് സ്പന്ദനം അറിയുന്ന ദൈവം, यीशु हमारे अंतरात्मा को जानते हैं. നമ്മുടെ ഭാവിയെ അറിയുന്ന ദൈവം, हमारे भविष्य को जानने वाले यीशु, നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയുന്ന ദൈവം, हमारे संतानों को जानने वाले നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന സ്ഥിതിയെ നന്നായി അറിയുന്ന ദൈവം, हम लोग आज जिस स्थिति से गुजर रहे उसको जानने वाला यीशु. ഇന്ന് രാത്രി ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? क्या आज हम लोग को मन है कि हम परमेश्वर की ओर आंख उठाए? സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ മുൻപിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, परिस्थिति कैसा भी क्यों ना हो, फिर भी अगर हम परमेश्वर के सामने अगर बुलाने को तैयार है, तब ഇതാ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, यह है 12 साल से जो रक्त बहने का बीमारी था, തനിക്ക് യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ ശക്തിയില്ല. उनको यीशु के पास आने तक का शक्ति नहीं था. തന്നെക്കാൾ ആരോഗ്യമുള്ളവർ യേശുവിനെ ചുറ്റി നിൽക്കുകയാണ്. उनसे भी ज्यादा शक्ति वाले लोग यीशु के चारों ओर खड़े थे. യേശുവിന്റെ മുൻപിൽ വരുവാൻ തനിക്ക് അനേക തടസ്സങ്ങളുണ്ട്. यीशु के सामने आने के लिए उनको अनेक बाधाएं था, എന്നാൽ താൻ പിന്തിരിഞ്ഞില്ല. लेकिन वो उन्होंने पीछे नहीं हटा. താൻ പുറകിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തെ ഒന്ന് തൊട്ടു. उन्होंने पीछे से जाकर यीशु का वस्त्र को താൻ छुआ. തന്റെ പേര് പറഞ്ഞില്ല. उन्होंने अपना नाम नहीं बताया. താൻ തന്റെ പ്രശ്നം പറഞ്ഞില്ല. उन्होंने अपना परेशानी नहीं തന്റെ बताई. ഗ്രാമത്തിന്റെ പേര് പറഞ്ഞില്ല. उन्होंने अपने गांव का नाम नहीं താൻ എത്ര बताया. നാളായി യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞില്ല. उन्होंने कितना दिन से यीशु को स्वीकार किया, ആരാണ് തന്നോട് യേശുവിനെ പറ്റി പറഞ്ഞതെന്ന് താൻ പറഞ്ഞില്ല. उनको किसके जरिए वो यीशु को जान सकी वो नहीं बताई. യേശുവിനെ അവളൊന്ന് തൊട്ടു. यीशु को उन्होंने एक बार छुआ. അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ തന്നെ, അപ്പോൾ തന്നെ ആ സ്ത്രീ സൗഖ്യമായി. तो वहाँ हम देख सकते हैं कि तभी वो स्त्री चंगी हो गई. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ സൗഖ്യമാകുകയാണ്. तो आज जब आप इस संदेश को सुन रहे हैं, तब आप तुरंत चंगे हो रहे हैं. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. यीशु आपको चंगा कर सकते हैं. ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ये यीशु आपको चंगा करने वाले यीशु है. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. अद्भुत कार्य करने वाले, അതിശയങ്ങളുടെ ദൈവമാണ്. अद्भुत कार्य करने वाले यीशु. ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും മതിയായവനാണ് ഈ ദൈവം. छोटे काम और बड़े काम सबके लिए काफी यीशु. ഹല്ലേലൂയ. हालेलुया. നമ്മൾ കേട്ടല്ലോ, സ്റ്റീഫൻ സഹോദരൻ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ स्टीफन भाई ने अपना जहाँ पर वो सेवा कर रहा था, वहाँ पर एक बहन का, एक लड़की का छोटी सी एक बात के लिए प्रार्थना किया. क्या है, उनको टूर जाना चाहता है, लेकिन उनका पिताजी नहीं छोड़ता है. അവൾ ടൂറിന് പോകാൻ ആഗ്രഹിച്ചു. അവളുടെ പിതാവ് സമ്മതിക്കുന്നില്ലായിരുന്നു. ആ കുഞ്ഞ് വന്ന് പറഞ്ഞു, എനിക്ക് ടൂറിന് പോകണം, എൻ്റെ പപ്പ എന്നെ വിടണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ, वो बच्ची टूर जाना चाहती थी, उसके पिताजी उसको नहीं छोड़ते थे. तो जब उन्होंने स्टीफन भैया से बोला कि आप प्रार्थना कीजिएगा ताकि मेरे पिताजी मेरे को टूर के लिए छोड़ सके, तब
ഒരു ചെറിയ വിഷയമാണ്. ये तो एक बहुत ही छोटा विषय है. ഒരു ടൂറിന് പോയില്ലെങ്കിൽ വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. अगर वो टूर घूमने के लिए नहीं गई तो ये बड़ा बात नहीं है. പക്ഷെങ്കിൽ നമ്മളുടെ ചെറിയ ആഗ്രഹങ്ങളും അറിയുന്ന ദൈവമാണ്. लेकिन हमारी छोटी छोटी इच्छाओं को भी जानने वाला यीशु. പക്ഷെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ लेकिन जब उस बच्ची की माता को बीमारी हुआ तब ആ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകി. उस प्रार्थना के लिए भी यीशु ने जवाब दिया. നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനയ്ക്ക് ദൈവം മതിയായവനാണ്. आपके छोटे प्रार्थना के लिए काफी है यीशु. നിങ്ങളുടെ വലിയ വിഷയങ്ങൾക്ക് ദൈവം മതിയായവനാണ്. आपके बड़े विषय के लिए भी यीशु काफी है. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. हम लोग कुछ दिन पहले अपने एक साथी के घर गए. അവർ ഒരു മുറി മാത്രമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. वो एक ऐसे घर में रहते हैं जहाँ बस एक ही कमरा है. അവർ രണ്ടുപേരാ വീട്ടിലുണ്ട്. उधर 2 लोग हैं. ഭാര്യ പ്രഗ്നന്റ് ആണ്. उनकी पत्नी गर्भवती है. ഞങ്ങൾ അവിടെ 5 പേരെത്തി. हम लोग वहाँ 5 लोग गए. ഒരു മുറി മാത്രമേ ഉള്ളൂ. एक ही कमरा था. എവിടെ താമസിക്കും? हम लोग कहाँ रहेंगे? അവരെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മുറിയിൽ കിടന്നാട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. उन्होंने हमसे कहा कि आप हमारे कमरे में सो जाइए, हम कहीं भी सो जाएंगे. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ അവർ മുറിയിൽ കിടത്തിയിട്ട് ആ വീടിന്റെ മുകളിൽ പോയി കിടക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. हमें समझ आया कि वो हमें कमरा में सुलाकर वो लोग छत में जाके सोने वाले हैं. ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ ആ വീടിന്റെ ടെറസിൽ ഞങ്ങൾ പോയി കിടന്നു. हमने इस बात से राजी नहीं हुआ और हम लोग जाके छत पे सो गए. രാത്രി 1:30 മണിയായപ്പോൾ മഴ പെയ്യുവാൻ തുടങ്ങി. रात को 1:30 बजे बारिश हुआ. അവരെ ഞങ്ങളോട് പറഞ്ഞു, മുകളിൽ കൊതുകുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കൊതുകുവല കെട്ടി കിടക്കുന്നത് നന്നായിരിക്കും. उन्होंने हमसे बोला कि वहाँ ऊपर बहुत मच्छर है तो आप लोग मच्छरदानी डाल के പക്ഷെ അവിടെ കൊതുകുവല കെട്ടാനുള്ള സംവിധാനങ്ങളില്ല. लेकिन वहाँ मच्छरदानी डालने का सुविधा नहीं था. ഇവരുടെ പക്കൽ ആവശ്യത്തിന് കൊതുകുവലയും ഇല്ല. और वहाँ मच्छरदानी भी डालने का भी सुविधा नहीं था. അവരുടെ ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. उन्होंने अपना बस इच्छा बताया. അവർ ഞങ്ങൾക്ക് കൊതുകുവല വേണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അയൽവക്കത്തുനിന്ന് എവിടെന്നെങ്കിലും മേടിച്ചോണ്ട് വരണം. अगर हम बोलेंगे कि हमें मच्छरदानी चाहिए तो हमें तो उन लोग को अपने पड़ोसी या दुकान कहीं से जाके लाना पड़ेगा. രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. तो हमने रात को प्रार्थना करके सोया. എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ധാരാളം കൊതുകുകളുള്ള ഒരു സ്ഥലത്ത് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു കൊതുക് പോലും തന്നെ കടിച്ചില്ല. तो मुझे याद आया कि एक मेरा साथी था जो एक बहुत मच्छर वाले जगह पर गया था, तो उसने प्रार्थना किया तो उसको एक भी मच्छर ने नहीं काटा. ഞാനും കിടന്നു പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ കൊതുക് അടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും കിടന്നത്. लेकिन मैंने भी प्रार्थना तो किया, लेकिन फिर भी मेरे मन में ये डर था कि अभी मच्छर काटेगा करके. 2 തവണയെങ്കിലും അവർ പറഞ്ഞതാണ്, കൊതുകുകളുണ്ട് കടിക്കും. उन्होंने कम से कम 2 बार मुझसे ये बात कहा कि यहाँ मच्छर है, वो काटेगा. ഏതാണ്ട് ഒരു കൊതുക് പോലും കടിച്ചില്ല. लेकिन एक भी मच्छर नहीं काटा. രാത്രി 1:30 മണിയായപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. रात को 1:30 बजे बारिश हुआ. മഴ പെയ്താൽ അവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് താഴേക്ക് വരണം. तो अगर बारिश होगा तो हमें छत से घर आना पड़ेगा. ഒരു മുറിയേ ഉള്ളൂ. एक ही कमरा है. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ആ വീട്ടിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത്. മറ്റാരെയും അവിടെ അറിയില്ല. हम लोग बहुत दिनों बाद उस घर जा रहे थे, तो हम लोग वहाँ और किसी को जानते അപ്പോൾ नहीं. ഞങ്ങൾ ഒറ്റ മുറിയിൽ പോകും. तो हम लोग बस वही एक कमरे में ആ जाएंगे. സഹോദരനും ഗർഭിണിയായ ഭാര്യയും എഴുന്നേൽക്കും. और वो अंकल और उनकी पत्नी उठेंगे. അവരുടെ അതിഥികളായ ഞങ്ങളെ കിടത്തും. അവർ വെളിയിൽ വരും. और हम लोग जो उनके अतिथि है, हम लोग को वहाँ सुलाकर वो लोग बाहर जाएंगे. മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുക. वहाँ बारिश की बूंदें टपक रही थी. ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്നൊരു അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. हमने यीशु से प्रार्थना किया कि यीशु आज एक अद्भुत कार्य होना ही है. ഒരിക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് മഴയുള്ള സമയത്ത് ആരാധനയ്ക്ക് പോകുവാൻ അത് തടസ്സമാകാതെ ഇരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചതും മഴ നിന്നതുമൊക്കെ ഓർമ്മ വന്നു. एक बार मुझे ऐसा याद आया कि एक बार जब मुझे चर्च जाना था तो बारिश हो रहा था, तो मैं प्रार्थना किया तो वहाँ परमेश्वर ने अपना अद्भुत कार्य किया था. മഴത്തുള്ളികൾ ഇങ്ങനെ ചെറുതായിട്ട് വീണുകൊണ്ടിരുന്നു. वहाँ फिर धीरे धीरे बारिश की बूंदें टपक रही थी. മുകളിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ കാണാനില്ല. जब मैंने आसमान में देखा तो हम तारे नहीं देख पा रहे थे. കാർമേഘമാണ്. पूरा बादल छाया था. മഴ പെയ്യുവാൻ പോവുകയാണ്. बारिश होने वाला था. അല്പമായിട്ട് മഴ കൂടി. थोड़ा सा बारिश बढ़ गया. പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി. प्रार्थना हमने और किया. മഴ നിന്നു. बारिश रुका. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പൊടിക്കാൻ തുടങ്ങി. फिर से थोड़ी देर बाद फिर से बारिश हुआ. അല്പം കൂടുതൽ മഴ പെയ്തു. और भी बारिश हुआ. അപ്പോൾ വിചാരിച്ചു ദൈവത്തിന് ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. तो हमने समझ गए कि परमेश्वर का और ही कुछ उद्देश्य होगा. ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് ഞങ്ങൾ ആ ഷീറ്റ് പെട്ടെന്ന് അത് മടക്കുവാൻ തുടങ്ങി. तो हम जिस चटाई पे सोए हुए थे, हम उसको मोड़ने लगे. അവിടെ എഴുന്നേറ്റിരുന്നു. हम उधर बैठ गए. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ കൂടി വന്ന മഴ
ആരോ പിടിച്ചു നിർത്തിയതുപോലെ ആ മഴ നിൽക്കുവാനിടയായി. तो वो बारिश तो बढ़ रहा था, वो अचानक जैसे कि किसी ने रोका हो वैसे रुक गया മെല്ലെ മെല്ലെ ആ മഴ നിന്നു. और धीरे धीरे वो बारिश रुक गया. കാർമേഘമായിരുന്നു. वहाँ पूरा बादल छाया था. പിന്നീട് ആ മഴ പെയ്തത് 4:30 മണി കഴിഞ്ഞാണ്. फिर वो बारिश 4:30 बजे के बाद ही हुआ. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കും വലിയ ആവശ്യങ്ങൾക്കും മതിയായവനായ ദൈവം, मेरे प्रियजनों, हमारे छोटे और बड़े आवश्यकताओं के लिए यीशु काफी है. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവൻ മതിയായവനാണ്. हमारे संतानों के लिए वो काफी है. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവനാണ്. हमारे सांपत्तिक जरूरत के लिए यीशु काफी है. ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. हमारा आत्मा का उद्धार है परमेश्वर का सबसे बड़ा. നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനായ ദൈവം, हमारे सारे आवश्यकताओं के लिए काफी है यीशु. ഇതാ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ യേശു പഠിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. यीशु अपने जो प्रार्थना सिखाते हैं उसमें कहता है कि आज की रोटी हमें दे. ഇന്നലെ നമ്മൾ ഈ ഭാഗം ധ്യാനിച്ചു. तो हम लोग ने कल भी इस बात को ध्यान दिया. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുകയാണ്. हम यीशु का द्वारा सिखाए हुआ प्रार्थना को सीख रहे हैं. യേശു പഠിപ്പിക്കുകയാണ് ആ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. यीशु यहाँ सिखाते हैं कि हमारी आज की दिन भर की रोटी हमें दे. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, हम लोग का दिन भर की रोटी. എനിക്ക് ആവശ്യമുള്ള ആഹാരമല്ല, मेरी दिन भर की रोटी नहीं. അങ്ങനെ ഒരു സ്വാർത്ഥ പ്രാർത്ഥനയല്ല യേശു പഠിപ്പിക്കുന്നത്. यीशु स्वार्थता का प्रार्थना नहीं सिखाया. യേശുവിനോട് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. जब एक व्यक्ति यीशु से दिल से प्रार्थना करता है तो वो यही बोलता है कि हमारी दिन भर की रोटी, എന്റെ കുടുംബത്തിന് ആവശ്യമുള്ള ആഹാരം, मेरे परिवार की दिन भर की रोटी, എന്റെ അയൽക്കാരന് ആവശ്യമുള്ള ആഹാരം. मेरे पड़ोसी की दिन भर की रोटी. യേശുവേ, അവിടുന്ന് എന്റെ പക്കൽ തന്നാൽ ഞാൻ എന്റെ അയൽക്കാരനുമായിട്ടും പങ്കുവെക്കാം. यीशु अगर आप मुझे देंगे तो मैं अपने पड़ोसी को भी दूंगा. ഒരുപക്ഷെ അയാൾ ഞാൻ സംസാരിക്കുന്ന ഭാഷയായിരിക്കത്തില്ല സംസാരിക്കുന്നത്. शायद वो व्यक्ति मैं जो भाषा बोलता हूँ वो नहीं बोलता होगा. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കില്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. शायद मैं जैसे प्रार्थना करता हूँ वैसा वो नहीं करता അയാൾ होगा. ആരായിരുന്നാലും वो कोई भी क्यों ना हो, അദ്ദേഹവുമായി ആഹാരം പങ്കുവെക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. उनके साथ मैं अपना दिन भर की रोटी बांटने के लिए तैयार हूँ. എനിക്കറിയാത്തവർക്ക് വേണ്ടി मैं जिसको नहीं जानता उसके लिए. ഞങ്ങള് ഈ കൊറോണയുടെ സമയത്ത് ദൈവത്തിന്റെ മഹാകൃപയാൽ എല്ലാ ദിവസവും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. जब ये कोविड चल रहा था तब हम लोग को परमेश्वर ने सहायता किया कि जो लोग बिना खाना के बिना भोजन के थे उनको हम भोजन दिए. ഭക്ഷണവുമായി ചെല്ലുമ്പോൾ ആളുകൾ ഓടി വരും. जब हम भोजन के साथ उनके सामने जाते थे तो वो लोग दौड़ के आते थे. 1 2 5 10 50 100 200 400 480 ആളുകൾ അവര് ഭക്ഷണത്തിന് വേണ്ടി ഓടി വരികയാണ്. 50 या 1 या 200 लोग नहीं, लेकिन 150 और 200 ऐसे लोग आते थे. അവർക്ക് ഒരു പൊതി കൊടുത്താൽ അവര് ആ ഒരു പൊതിയോടെ തരാമോ എന്ന് ചോദിക്കും. अगर हम उनको एक डब्बा खाना देते थे तो वो लोग पूछते थे कि हमें एक और डब्बा खाना मिलेगा क्या. സത്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും, നമ്മൾ ഭക്ഷണം കൊടുത്താൽ നമ്മുടെ മനസ്സ് നിറയും. तो अगर मैं सच बताऊं तो जब हम खाना खाते हैं हमारा पेट भरता है, और जब हम किसी को खाना देते हैं तो हमारा मन भरता है. ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് കഴിച്ച് 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 വളരാനല്ല. तो यीशु ने हमें इस धरती में इसलिए नहीं रखा ताकि हम खा खा के बढ़ते रहे. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ്. हम लोग इस धरती में इसलिए ताकि हम हमारी दिन भर की रोटी के लिए प्रार्थना करें. മറ്റുള്ളവരുടെ ആവശ്യം കൂടെ നമ്മുടെ ആവശ്യമായി മാറുകയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ മുൻപിൽ. दूसरा का जरूरत भी हमारे जरूरत के जैसे होना है असली शिष्य का गुण. യേശുവിനെ യഥാർത്ഥത്തിൽ അറിയുന്ന ഒരാള് തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സ്വാർത്ഥനാകയില്ല. तो जो दूसरों के लिए भी प्रार्थना करता है वही है सच्चा शिष्य. അതുകൊണ്ടാണ് ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന മനുഷ്യൻ താന് കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയത്. इसलिए फादर डैमी करके एक व्यक्ति था, उन्होंने वो कुष्ठ रोग बीमारी वालों के लिए अपना जान दे दिया. ഫാദർ ഡാമിയൻ फादर डैमियन അദ്ദേഹം കുഷ്ഠരോഗികളെ ചികിത്സിച്ച് തനിക്കും കുഷ്ഠം പിടിപെട്ടു. उन्होंने कुष्ठ रोगियों का सेवा करते करते उनको भी कुष्ठ ആ നാളുകളിൽ കുഷ്ഠരോഗത്തിന് മരുന്നില്ല. उस समय में कुष्ठ रोगियों के लिए दवाई नहीं था. എല്ലാ ദിവസവും രാവിലെ താൻ ഒരു ഡിവോഷൻ നടത്തുമ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, മൈ ഡിയർ ഫെലോ ബിലീവേഴ്സ്, എന്റെ കൂട്ട വിശ്വാസികളെ. तो वो जब भी सुबह प्रार्थना करने के लिए उनके साथ बैठते थे तो वो यही बोलते थे, मेरे प्रिय साथियों. ഒരു ദിവസം തന്റെ ശരീരത്തിന്റെ സെൻസേഷൻ
നഷ്ടമായി എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ തനിക്ക് താൻ തിരിച്ചറിഞ്ഞു താനും ഇന്നൊരു കുഷ്ഠരോഗിയാണ്. एक दिन उनका शरीर में दर्द या ऐसे कोई फीलिंग नहीं होती थी, तो वो समझ गए कि वो भी एक कुष्ठ रोगी बन गए. താൻ ആ കുഷ്ഠരോഗ സ്ഥലം വിട്ട് ഓടിപ്പോയില്ല. और तो उन्होंने वो जगह छोड़कर भाग नहीं गया. അടുത്ത ദിവസം രാവിലെ താൻ വീണ്ടും ഡിവോഷൻ നടത്തി. अगले दिन फिर से उन्होंने प्रार्थना चलाया. താൻ അവരെ അഭിസംബോധന ചെയ്ത വാക്കുകളിൽ ഒരല്പം വ്യത്യാസം വരുത്തി. लेकिन उन्होंने वो दिन वो लोग को संबोधित करने का तरीका बदल दिया. അതുവരെ താൻ പറഞ്ഞിരുന്നത് മൈ ഡിയർ ഫെലോ ബിലീവേഴ്സ് എന്നാണ്. उस दिन तक उन्होंने यही कहा था कि मेरे प्रिय विश्वासियों. അന്ന് രാവിലെ താൻ പറഞ്ഞു മൈ ഡിയർ ഫെലോ ലെപ്പേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹ കുഷ്ഠരോഗികളെ. तो उस दिन उन्होंने कहा मेरे प्रिय साथी कुष्ठ रोगियों, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. हम लोग की दिन भर की रोटी दीजिएगा. സ്വാർത്ഥത നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ പറ്റി, സൃഷ്ടിതാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുവാനല്ല, നമ്മുടെ അയൽക്കാരന് വേണ്ടി ചിന്തിക്കുവാനാണ്. अगर हम लोग अपना जिंदगी स्वार्थता में बिताते हैं तो परमेश्वर यही चाहते हैं कि बस हम लोग अपने बारे में नहीं लेकिन अपने पड़ोसियों के लिए भी सोचे. പലപ്പോഴും നമ്മുടെ സഹോദരന് വേണ്ടി പോലും ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. बहुत बार हम लोग अपने खुद के भाई के लिए भी नहीं सोचते हैं. ഒരു വാർത്ത വായിച്ചത് ഓർക്കുന്നു, ഒരല്പം സ്ഥലത്തിന് വേണ്ടി, ഒരേക്കറൊന്നുമില്ല, एक बार हमने पढ़ा था कहीं कि एक भी एकड़ नहीं था वैसा जमीन के लिए. 10 സെന്റും ഇല്ല, वो 10 सेंट भी नहीं हुआ होगा. ഒരു 1.5 സെന്റ് കാണും. वो शायद 2.5 सेंट कुछ हुआ ആ होगा. 1.5 സെന്റിന് വേണ്ടി രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്ക്. तो एक उतना कम जमीन के लिए दो भाई लोग ने झगड़ा ഒരു किया. സഹോദരൻ വെടിവെച്ച് തന്റെ സ്വന്തം സഹോദരന്റെ കുഞ്ഞിനെ കൊല്ലുകയാണ്. एक भाई ने दूसरे भाई को हथियार चला के उनको मार डाला. യേശു പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. यीशु ने सिखाया कि हमारी दिन भर की रोटी. യേശു പറഞ്ഞു നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. यीशु बताते हैं कि हमें अपने यीशु से पूरे दिल से प्रेम करना അതാണ് है. ഒന്നാമത്തെ കൽപ്പന. वो है हमारी सबसे पहले आज्ञा. യേശു പറഞ്ഞു രണ്ടാമത്തെ കൽപ്പനയും അതുപോലെ തന്നെയാണ്. तो यीशु बोलते हैं कि दूसरी आज्ञा भी ऐसे ही है. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. अपने पड़ोसी से भी अपने जैसे प्रेम करें. യേശു നമുക്ക് നൽകുന്ന വെല്ലുവിളി സഹോദരനെ, തന്റെ അയൽക്കാരനെ, അത് ആരുമായിക്കൊള്ളട്ടെ, തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാനുള്ള വെല്ലുവിളി. तो परमेश्वर हम लोग को यही बात बताते हैं कि हमारा पड़ोसी चाहे वो कोई भी क्यों ना हो, हम लोग अपने जैसे उन्हें प्रेम करें. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുവോ? क्या कोई वैसा करेगा? ഒരാൾ ചെയ്തിട്ടുണ്ട്. एक इंसान ने वैसा किया है. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ 5-ാം അധ്യായത്തിൽ നമ്മൾ പാപികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയ യേശു. रोमियो 5 में हम देख सकते हैं कि लिखा है कि जब हम पापी ही थे तब परमेश्वर ने हमारे लिए मरा. യേശുവുമായി യാതൊരു ബന്ധമില്ലാതിരുന്നപ്പോൾ, हम लोग को जब कोई भी संबंध नहीं था यीशु से, നമ്മൾ പാപത്തിൽ മുങ്ങിക്കുളിച്ചപ്പോൾ, हम जब पाप में डूबे हुए थे, നമ്മളിൽ ഒരു നന്മയും ഇല്ലാതെ ഇരുന്നപ്പോൾ, जब हमें कोई भलाई नहीं थी, നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയ യേശു हमारे लिए प्राण दिया यीशु. താൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. वे हमें सिखा रहे हैं हमारी दिन भर की. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ചോദിക്കുമ്പോൾ നമ്മൾക്ക് തൃപ്തിയാകും. जब हम पूछेंगे हमारी दिन भर की रोटी तो ഒരു हम तृप्त ചെറിയ ബാലൻ, അവൻ 5 വയസ്സ് കാണും ചിലപ്പോ, होंगे. एक छोटा बालक शायद वो 5 साल का हुआ होगा, അവൻ യേശുവിന്റെ കൺവെൻഷന് വന്നു. वो यीशु के सामने आया. എല്ലാവരും പ്രസംഗം കേട്ടു. तो सब लोग ने प्रचार सुना. എല്ലാവരും പറഞ്ഞു നല്ല പ്രസംഗമാ. सब लोग ने बोला प्रचार बहुत अच्छा പക്ഷെ है. ഈ ചെറിയ ബാലൻ മാത്രം വിശ്വസിച്ചു. लेकिन केवल ये एक छोटा बालक ने विश्वास किया. യേശു അപ്പം അന്വേഷിച്ചപ്പോൾ അവന്റെ പക്കലുള്ളത് 5-ൽ 3 അല്ല 4 അല്ല 5-ൽ 5 അപ്പവും അവൻ യേശുവിന്റെ പക്കൽ കൊടുത്തു. तो यीशु ने जब पूछा कि किसी के पास रोटी है क्या, तब उसने 1 या 2 रोटी नहीं, उसके हाथ में 5 था, वो 5 का 5 दे दिया. അന്ന് അവിടെ മറ്റു പലരും റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. तो उस दिन बहुत सारे और लोगों ने रोटी लाया होगा. അനേകം മിടുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നായിരിക്കും. बहुत बुद्धिमान लोग वहां हुए होंगे. യേശുവിന്റെ ശിഷ്യന്മാർ റൊട്ടി അന്വേഷിച്ചപ്പോൾ അവരാ റൊട്ടി താഴോട്ട് വെച്ചിട്ട് അതിന്റെ പുറത്തു കയറി ഇരുന്ന് കാണും. तो जब यीशु के चेलों ने रोटी का तलाश किया तो वो लोग जिनके पास रोटी था वो लोग रोटी को छुपा के उसके ऊपर बैठ गए होंगे. എന്റെ റൊട്ടി കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എന്തോ ഭക്ഷിക്കും? वो सोचते होंगे कि अगर मैं अपना रोटी दूंगा, अगर वो भी चला गया तो मैं क्या खाऊंगा. ഈ കുഞ്ഞ് തന്റെ പക്കലുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. ये बच्चा जो उसके हाथ में था वो उसने दूसरों को दिया, യേശുവിന്റെ കയ്യിൽ കൊടുത്തു. यीशु के हाथों में दिया. എല്ലാവരും കളിയാക്കി കാണും അവനെ. सबने उसे मजाक उड़ाया होगा. ഈ 10-20,000 പേരിരിക്കുമ്പോൾ നിന്റെ 5 അപ്പം കൊണ്ട് എന്തോ സംഭവിക്കാനാ? जब इधर 10,000 लोग बैठे तो तुम्हारी 5 रोटी से क्या होगा. പക്ഷെ അവനത് യേശുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, लेकिन जब उसने उसको रोटी को यीशु के हाथ में दिया था, തന്റെ പക്കലുള്ള ആ 5 അപ്പം ഞങ്ങൾക്കുള്ള അപ്പമാണെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ, जब उसने पहचाना कि जब उसके हाथ में जो 5 रोटी है वो सबका है, तब
അവൻ തൃപ്തനായി. तब वो तृप्त हुआ. അവിടെ വന്നിരുന്ന മുഴുവൻ പേരും തൃപ്തരായി. उधर आए हुए सब लोग तृप्त हुए. യേശു തൃപ്തനായി. यीशु तृप्त हुआ. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കുള്ള ആഹാരം, मेरे प्रियजनों, हमारी दिन भर की रोटी, നമ്മൾക്ക് തൃപ്തിയാകാനുള്ള യേശു പഠിപ്പിക്കുന്ന മാതൃക ഇതാണ്. हम लोग को तृप्त करने के लिए यीशु ने जो हमें जो आदर्श दिखाया वो यही है. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, हमारी हमारी दिन भर की रोटी, ഞങ്ങൾക്ക് അനാവശ്യമായ ആഹാരമല്ല. हम लोग को जो जरूरत नहीं है वो नहीं, നമ്മൾക്ക് ആവശ്യമുള്ളതിനപ്പുറത്തുള്ള ഒരു കാര്യമല്ല. हम लोग को जो जरूरत नहीं है उसके आगे नहीं. ഒരു കൂട്ടിവെക്കുന്ന ഒരു ജീവിതമല്ല യേശു നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. यीशु नहीं चाहता कि हम बटोरते रहे. യേശു എന്താണോ നമ്മുടെ പക്കൽ നൽകിയിട്ടുള്ളത്? यीशु हमने हम लोग के लिए क्या दिया? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, हमारा सेहत, हमारा पैसा, നമ്മുടെ പ്രായം, നമ്മുടെ ബുദ്ധി, हमारा वर्ष और हमारा बुद्धि, നമ്മുടെ പക്കലുള്ളതൊക്കെ हमारे हाथ में जो भी है, അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. सब कुछ हम यीशु के हाथ में അത് देंगे. നമുക്ക് കൂട്ടിവെക്കാനുള്ളതല്ല. वो हम लोग को बटोर के रखने के लिए ഞങ്ങൾക്ക് नहीं, ആവശ്യമുള്ള ആഹാരം. हम लोग का आवश्यकता का भोजन. It is not a prayer to fulfill our greed, but to fulfill our need. ये हमारी लालच को पूरी करने के लिए प्रार्थना नहीं है, लेकिन हमारी जरूरत को पूरा करने के നമ്മുടെ लिए. അത്യാഗ്രഹങ്ങൾ നടക്കാനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നേടിയെടുക്കലല്ല പ്രിയമുള്ളവരെ യേശുവിനോടുള്ള പ്രാർത്ഥനയുടെ രീതി. हमारे अपने आप को बड़ा चढ़ा के दिखाने के लिए प्रार्थना नहीं है यीशु का प्रार्थना. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ദൈവം. हमारी जरूरतों को पूरा करने वाला यीशु. ഇന്ന് 669 കോടി ആളുകൾ ഒരു ദിവസം ഒട്ടിയ വയറോടുകൂടെയാണ് രാത്രിയിൽ വിശ്രമിക്കാൻ പോകുന്നത്. आज 690 मिलियन लोग बिना खाना का सोने जाते हैं. അവരുടെ പക്കൽ ഭക്ഷണമില്ല. उनके हाथ में भोजन नहीं है. ഇന്ന് രാത്രി 69 കോടി ആളുകൾ ഭക്ഷണമില്ലാതെ കിടക്കാൻ പോകും. आज रात भी 690 मिलियन लोग बिना खाना के सोने जाएंगे. ഏകദേശം പകുതിയോളം കുഞ്ഞുങ്ങൾ മാൽനറിഷ്ഡ് ആണ്. आज आधा से ज्यादा बच्चे बिना भोजन के रहते हैं. അനേക കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ പ്രായത്തിന് അനുസരിച്ചുള്ള പൊക്കമില്ല. आजकल बहुत सारे बच्चे को उनका वर्ष के अनुसार उनका लंबाई नहीं ഒരു है. 70% കുഞ്ഞുങ്ങൾ അനീമിക്കാണ്, ആവശ്യത്തിനുള്ള ബ്ലഡ് ഇല്ല. 70% बच्चों के पास जितना खून होना चाहिए उतना नहीं है. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ ഡാൻസ് ചെയ്തും നമ്മുടെ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുക. लेकिन बहुत बार हम लोग अपने बच्चों को खिलाने के लिए बहुत मेहनत करते हैं. അവൻ ആവശ്യമുള്ളത് കഴിച്ചു, അവന്റെ വയറ് പൊട്ടാറായിരിക്കുക. वो बहुत खा लिया और उसका पेट भर चुका है, പക്ഷെ നമുക്ക് തൃപ്തിയായിട്ടില്ല. लेकिन हम लोग तृप्त नहीं हुए. അവൻ ഇനിയും കഴിക്കണം. उसको और खाना है. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഭക്ഷണമില്ലാതെ ഉറങ്ങാൻ പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. हम लोग एक ऐसे संसार में जीते हैं जहाँ लाखों बच्चे हैं जो बिना भोजन के सोते हैं. ഒരു 80% സമ്പത്തും 10% കുറവ് ആളുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. और 80% जो धन संपत्ति है वो 10% लोगों को ही मिला है, बांटा गया है. എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ, बस मेरे लिए सोचने वाला एक अवस्था, അതല്ല യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥന. वो नहीं है जो यीशु ने सिखाया. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. हम लोग को जो जरूरत है वो भोजन आज हमें दे.